ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ കുർത്തിയിൽ കോട്ട് കോളർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കുർത്തി ഞാൻ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലൈനിങ്ങും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ കുർത്തിക്ക് എനിക്ക് 15 ഇഞ്ചാണ് ഷോൾഡർ വിഡ്ത്ത് വേണ്ടത്. ഇവിടെ കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ മടക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 15ൻ്റെ പകുതി 7.5 ഇഞ്ചാണ് സാധാരണ കുർത്തിക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി ഞാനിവിടെ ആഡ് ചെയ്തിട്ട് 8 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അവിടെ നിന്നും ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് ലെങ്ത്ത് 4 ഇഞ്ചിൽ ആദ്യം മാർക്ക് ചെയ്തെടുത്ത് അതൊരു ബോക്സായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ബോക്സിനകത്ത് ഡീപ്പ് യു നെക്കായിട്ടല്ല, ഒരു കേർവ്ഡ് വി ഷേപ്പ് പോലെയാണ് കോളർ നെക്കിന് വരച്ചു കൊടുക്കുന്നത്. ഇനി നെക്ക് മാർക്ക് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് പീസിൽ ഫ്രണ്ട് പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പീസ് വെച്ചിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ അതേ വിഡ്ത്ത് ഇവിടെയും മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 3/4 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് സ്ക്വയറായിട്ട് വരച്ചെടുത്ത ശേഷം ആ ഒരു ഭാഗത്ത് ചെറിയൊരു യു ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് അതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് ഭാഗത്തെ ആം ഹോൾ നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഫ്രണ്ട് പീസിലെയും ബാക്ക് പീസിലെയും നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് മാറ്റി വയ്ക്കാം. ഇതേപോലെ ഒരു പേപ്പർ ക്യാൻവാസിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു കുർത്തിയുടെ മെറ്റീരിയലിൻ്റെ ഉൾഭാഗത്ത് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ നെക്കിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ 13 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. വിഡ്ത്ത് 11 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് പകുതിയാക്കിയിട്ട് മടക്കിയെടുക്കാം. ഇനി ഈ ഒരു ക്യാൻവാസിൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്തെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. അതേ അളവിൽ ആദ്യം മാർക്ക് ചെയ്തെടുക്കാം. ഇനി അവിടെ നിന്നും താഴോട്ടേക്ക് എത്രയാണോ ടോട്ടൽ നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു നെക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് 4 ഇഞ്ചിലൊരു ബോക്സ് വരച്ചിട്ട് അതിനകത്ത് കേർവ്ഡ് വി ഷേപ്പ് പോലെ ഒരു നെക്ക് മാർക്ക് ചെയ്തെടുത്തു. അവിടെ നിന്നും താഴോട്ടേക്ക് 3.5 ഇഞ്ചിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചെടുത്തിട്ട് ആ ഒരു പീസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഉൾഭാഗത്തോട്ടായിട്ട് 1.5 ഇഞ്ച് ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാൻവാസിൽ 4 ഇഞ്ചിനകത്ത് വരച്ചെടുത്തിട്ടുള്ള ആ ഒരു നെക്ക് മാത്രം ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത ശേഷം നിവർത്തി വെച്ചിട്ട് ഈ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്നും 2 സൈഡിലോട്ടായിട്ട് 1.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു സെൻട്രൽ ഭാഗത്ത് നിന്ന് 2 സൈഡിലോട്ടായിട്ട് 1.5 ഇഞ്ച് മാത്രമല്ല 1.25 2 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു എന്ന് മാത്രം. ഇനി നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ ഈ പെന്ന് വെച്ചിട്ട് ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു മാർക്ക് ചെയ്തതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്കിന് ചുറ്റും എല്ലാ ഭാഗത്തേക്കും 2 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് കളയാം.
ഇതേപോലെ കട്ട് ചെയ്ത ശേഷം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ഈ ഒരു ക്യാൻവാസിൻ്റെ നല്ല വശവും വെച്ച് കൊടുത്തിട്ട് 2-3 പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്ക് സൈഡോട് ചേർത്ത് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ പിൻ ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈ ഒരു വരച്ചിരിക്കുന്ന പോലെ തന്നെ ഇവിടെ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ഈ വരച്ചിരിക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വി ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ സെൻട്രൽ ഭാഗത്തുകൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കുത്തി വെച്ചിരിക്കുന്ന പിന്നൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്കിതുള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഉൾവശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള 1.5 ഇഞ്ച് വീതിയുള്ള ഈ ഒരു പീസ് ഇതേപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാൻവാസിൻ്റെ പീസിൻ്റെ അരികു വശത്ത് കൂടി ഇതേപോലെ ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തെടുത്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഫ്രണ്ട് പീസുമായിട്ട് ചേർത്ത് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഹെം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ കോളറാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കോളറിൻ്റെ മെഷർമെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നേർ പകുതിയായിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം ഈ ഒരു അളവ് കറക്റ്റായിട്ട് ടേപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കാം. ഇവിടെ മുതലാണ് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു അളവ് നമുക്ക് കൃത്യമായിട്ട് ഇതേപോലെ ടേപ്പ് ഒന്ന് പിടിച്ചിട്ട് അളന്ന് നോക്കാം. എനിക്കിവിടെ 9 ഇഞ്ചാണ് കിട്ടുന്നത്. ഇതിപ്പോൾ 2ആയിട്ട് മടക്കി എടുത്തിട്ടാണ് 9 ഇഞ്ച്. നെക്ക് റൗണ്ട് മുഴുവനായിട്ടും 18 ഇഞ്ചാണ് വേണ്ടത്. ഇതേപോലെ ഒരു പേപ്പർ ക്യാൻവാസിൽ ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളവിടെ നെക്ക് റൗണ്ട് അളന്നെടുത്തത് 9 ഇഞ്ചാണ്. അതായത് ടോട്ടൽ 18 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട ശേഷം 2-3 പിന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ നമുക്കിത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നീങ്ങി പോകാണ്ടിരിക്കും. ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുമ്പോൾ 9.5 ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് ടോട്ടൽ 18 ഇഞ്ചാണ് വേണ്ടത്. 19 ഇഞ്ചിൽ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിപ്പോൾ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ ഓപ്പൺ സൈഡിൽ, അതായത് നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തിരിക്കുകയാണല്ലോ, അപ്പോൾ ഈ ഒരു ഓപ്പൺ ഭാഗത്ത് അടിയിൽ നിന്ന് മേലോട്ടേക്ക് 1.25 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കുക. അവിടെ നിന്നും അങ്ങോട്ടേക്ക് കേർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇനി ഇത് കറക്റ്റ് 9 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എവിടെയാണോ 9 ഇഞ്ച് വരുന്നത് അവിടെ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്.
അവിടെ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് മേലോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് കോളറിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ചരിച്ചിട്ട് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോ ഇതേപോലെ ചരിച്ച് വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു എക്സ്ട്രാ 1/2 ഇഞ്ച് വിട്ടത് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും മേലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചെടുക്കാം. ഇനി മേൽഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് താഴോട്ടേക്ക് ഇതേപോലെ ഒന്ന് കേർവ് ഷേപ്പിൽ വരച്ചിട്ട് ഈ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്തിട്ടുള്ള ക്യാൻവാസ് പീസ് ഈ ഒരു മെറ്റീരിയലിൽ ഉൾവശത്ത് അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ ഈ ഒരു പീസിൻ്റെ ഉൾഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ മറ്റൊരു പീസും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൻ്റെ തയ്യൽ തുമ്പായിട്ടൊരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് തുണി മാത്രം മതി. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു പീസിൻ്റെ അടിഭാഗം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അരികു വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. ഒന്നിലധികം സ്റ്റിച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ചിട്ട് കൊടുക്കാതെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു സ്റ്റിച്ച് ഇളക്കി കളയും. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മേൽഭാഗത്ത് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കി പീസ് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ അരികുവശത്ത് കൂടി ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ചുളിവുകളില്ലാണ്ട് കിട്ടും. ഇത് രണ്ടായിട്ടൊന്ന് മടക്കിയെടുത്ത ശേഷം ഇതിൻ്റെ സെൻട്രൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ 2 അറ്റത്തും ഇതേപോലെ ഒന്ന് ഷാർപ്പായിട്ടുള്ള ഒരു പെന്നോ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ കത്രികയുടെ അറ്റം വെച്ചിട്ടോ ഒന്ന് ഇതേപോലെ കുത്തി കൊടുത്ത് ആ ഒരു കോർണർ ലെവലാക്കി എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഈ ഒരു നെക്ക് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ബാക്ക് ഭാഗത്ത് സെൻട്രൽ പോർഷൻ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം ഈ ഒരു ബാക്ക് പീസിൻ്റെ സെൻട്രൽ ഭാഗമായിട്ട് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ ചുറ്റിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം വരെയാണ് കോളർ ജോയിൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു അറ്റം മുതലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. മറ്റേ അറ്റം വരെ ഇതേപോലെ വലിച്ച് പിടിക്കാതെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഭാഗത്ത് നിന്ന് ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം മറ്റേ ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്തെടുത്തിട്ട് ഉൾഭാഗത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു സൈഡ് വഴി
ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു അറ്റത്ത് നിന്നാണ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പൊക്കെ നല്ലവണ്ണം ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വലിച്ച് പിടിക്കാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. 4 സൈഡും ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങിയ ഭാഗത്ത് നിന്ന് നിർത്താതെ കുറച്ചും കൂടി ഉള്ളിലോട്ട് വന്നിട്ട് അവിടെ ലോക്ക് ചെയ്തെടുക്കാം. കോട്ട് കോളറിനൊക്കെ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മൾ ഇതേപോലെ 2 വശത്തേക്കും മടക്കി വെച്ച് കൊടുത്തിട്ട് അവിടെ നമുക്ക് നൂല് സൂചിയും വെച്ചൊരു ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ബാക്ക് വശത്ത് ഇതേപോലെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കോട്ട് കോളർ നമ്മുടെ കുർത്തിയിലൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.